നമസ്കാരം. VBCയുടെ പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ കോതായിക്കുന്ന് റോഡിൽ പ്രവർത്തിക്കുന്ന ആർ ബ്രൈഡൽ ഷോപ്പിൽ കവർച്ച നടത്തിയ മോഷ്ടാവിനെ രാത്രിയിൽ തന്നെ പോലീസ് പിടികൂടി. LDF നേതൃത്വത്തിൽ ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കൂട്ടധർണ നടത്തി. CPM തൊടുപുഴ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ സമരം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മൺസൂൺ ഫിലിം ഫെസ്റ്റിവൽ ആരംഭിച്ചു. PJ ജോസഫ് MLA മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കിയുടെ 41ാമത് ജില്ലാ കളക്ടറായി V. വിഘ്നേശ്വരി IAS ചുമതലയേറ്റു. ജില്ലയിലെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ പരമാവധി പ്രയത്നിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. സെക്രട്ടേറിയറ്റിൽ നിന്നും വിദ്യാഭ്യാസ വകുപ്പിലെ അക്കൗണ്ടന്റ് തസ്തികയിലേക്ക് ജീവനക്കാരെ നിയമിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ജോയിന്റ് കൗൺസിൽ നേതൃത്വത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് സമുച്ചയത്തിൽ ധർണ നടത്തി. വാർത്തകൾ വിശദമായി. തൊടുപുഴ കോതായിക്കുന്ന് റോഡിൽ പ്രവർത്തിക്കുന്ന ആർ ബ്രൈഡൽ ഷോപ്പിൽ കവർച്ച നടത്തിയ മോഷ്ടാവിനെ രാത്രിയിൽ തന്നെ പോലീസ് പിടികൂടി. തിങ്കളാഴ്ച രാത്രിയിലാണ് ഇവിടെ മോഷണം നടന്നത്. ഇതിനിടെ പട്രോളിംഗിനിറങ്ങിയ പോലീസ് സംശയം തോന്നി ഒരാളെ ചോദ്യം ചെയ്തപ്പോഴാണ് മോഷ്ടാവ് പിടിയിലായത്. തമിഴ്നാട് സ്വദേശി രാധാകൃഷ്ണനാണ് പോലീസ് പിടിയിലായത്. വിരലടയാള വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ എത്തി തെളിവെടുപ്പ് നടത്തി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഇടുക്കി ജവഹർ ഭവനിൽ ചേർന്ന യോഗം കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴയ്ക്കൻ ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് CP മാത്യു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. KPC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ജോസി സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് S. അശോകൻ, KPC അംഗം AP ഉസ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. VK സ്റ്റാലിൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഇടുക്കി ജവഹർ ഭവനിൽ ചേർന്ന പരിപാടികൾ കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴയ്ക്കൻ ഉദ്ഘാടനം ചെയ്തു. 2 ദിവസത്തെ ക്യാമ്പ് എക്സിക്യൂട്ടീവ് വരാൻ പോകുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം വളരെ വളരെ സുദീർഘമായി ചർച്ച ചെയ്തുകൊണ്ടാണ് മിഷൻ 2025 എന്ന ഈ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. അതിന്റെ 6 മാസത്തെ പ്രോഗ്രാമാണ് ഇപ്പോൾ നമുക്കിവിടെ തയ്യാറാക്കേണ്ടത്. അതിനുവേണ്ടി എൻ്റെ സർക്കുലർ ഞാൻ വായിച്ച ഓരോ കാര്യങ്ങൾ പറയാം. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ ഈ യോഗം ചേർന്നിരിക്കുന്നത്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സത്യത്തിൽ വളരെ വളക്കൂറുള്ള ഒരു മണ്ണ് തന്നെയാണ് രാഷ്ട്രീയമായി കോൺഗ്രസിനും ഐക്യജനാധിപത്യത്തിനും. നിർഭാഗ്യവശാൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നമുക്ക് ഇടുക്കി ജില്ലയിൽ നമ്മൾ പ്രതീക്ഷിച്ച വിജയമുണ്ടായില്ല. കഴിഞ്ഞ ആഴ്ചകളിൽ വയനാട് നടന്ന KPCC ക്യാമ്പിന്റെ തീരുമാനപ്രകാരം ജില്ലാ കമ്മിറ്റികളിൽ സംഘടിപ്പിക്കുന്ന കോൺഗ്രസ് ശാക്തീകരണ പരിപാടികളുടെ ഭാഗമായാണ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. DCC പ്രസിഡന്റ് CP മാത്യു അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറിമാരായ ജോസി സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് S. അശോകൻ, KPCC അംഗം AP ഉസ്മാൻ, മറ്റ് നേതാക്കളായ അഡ്വക്കേറ്റ് EM അഗസ്തി, റോയ് K. പൗലോസ്, ജോയി വെട്ടിക്കുഴി, DCC ജനറൽ സെക്രട്ടറി MD അർജുനൻ ഉൾപ്പെടെ DCC ഭാരവാഹികൾ, നിയോജക മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ഏകദിന ശില്പശാലയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.
LDF നേതൃത്വത്തിൽ ഇടപെട്ടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കൂട്ടധർണ നടത്തി. തൊഴിലുറപ്പ് പദ്ധതിയിലെ തട്ടിപ്പ് മൂലമുണ്ടായ നഷ്ടം ബന്ധപ്പെട്ടവരിൽ നിന്നും ഈടാക്കണമെന്നതാണ് പ്രധാന ആവശ്യം. CPM തൊടുപുഴ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ സമരം ഉദ്ഘാടനം ചെയ്തു. CPI ഇടപെട്ടി ലോക്കൽ സെക്രട്ടറി VE അൻഷാദ് അധ്യക്ഷത വഹിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ 2021-2022 സാമ്പത്തിക വർഷത്തിൽ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയ 14.5 ലക്ഷം രൂപ ഉത്തരവാദികളായ നിർവഹണ ഉദ്യോഗസ്ഥരിൽ നിന്നും ഈടാക്കുക, കല്ലാനിക്കൽ ജംഗ്ഷനിൽ സ്ഥാപിച്ച പാർക്കിന്റെ പേരിൽ ചിലവഴിച്ച 5 ലക്ഷം രൂപ തിരിച്ചുപിടിക്കുക, കരാറുകാരിൽ നിന്നും കമ്മീഷൻ കൈപ്പറ്റി ദ്രോഹിക്കുന്ന നിലപാടുകൾ തിരുത്തുക, 4 മാസമായി മുടങ്ങിക്കിടക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് LDFന്റെ നേതൃത്വത്തിൽ ഇടവെട്ടി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കൂട്ടധർണ നടത്തിയത്. ധർണ CPIM തൊടുപുഴ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ലീഗിന്റെ തന്നെ മറ്റൊരു നേതാവിന്റെ മകൾ ഇവിടെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള എഞ്ചിനീയർ ചുമതലയൊക്കെ ഇവിടെ വഹിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിശദാംശമൊന്നും ഞാൻ ചർച്ച ചെയ്യപ്പെടുന്നില്ല. പക്ഷേ അവരൊഴിവായി പോയതോട് പുതിയ നിയമനം നടത്താനോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ നിയമനത്തിന്റെ ഭാഗമായി ഇവിടെ സാധാരണക്കാരായ ആളുകൾക്ക് തൊഴിൽ ലഭിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്താനോ പഞ്ചായത്ത് ഭരണസമിതിയും ഇവിടുത്തെ ഉദ്യോഗസ്ഥരും തയ്യാറാവാത്തൊരു സമീപനമാണ് സ്വീകരിച്ചു വരുന്നത്. ഉദ്യോഗസ്ഥരെ കുറിച്ച് പറയുമ്പം ഇവിടെ എല്ലാവിധ സംവിധാനങ്ങളുമുള്ള ഇടവെട്ടി പഞ്ചായത്തിലും തൊഴിലുറ താലൂക്കിലെ മറ്റ് പഞ്ചായത്തുകൾ അപേക്ഷിച്ച് നോക്കുമ്പം വരുമാനത്തിന്റെ കാര്യത്തിൽ മറ്റു പഞ്ചായത്തുകളേക്കാൾ മുൻപിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്ത് ഇടവെട്ടി പഞ്ചായത്ത്. കാരണം തൊടുപുഴ മുനിസിപ്പാലിറ്റിയായിട്ട് അടുത്ത് നിൽക്കുന്നു. കൂടുതൽ ആളുകൾ വാർഡുകളിൽ മുനിസിപ്പാലിറ്റിയുടെ പ്രദേശം പോലെ തന്നെ നിൽക്കുന്നു. തിങ്ങിപ്പാർക്കുന്ന പ്രദേശം, വീടുകൾ, മറ്റ് സാഹചര്യങ്ങളെല്ലാം കൂടുതലുള്ള ഇടവെട്ടി പഞ്ചായത്തിൽ മറ്റു പല പദ്ധതികളും കരാർ ഏറ്റെടുക്കാൻ പോലും ആളില്ലാത്ത സാഹചര്യത്തിലായിരുന്നു ഇടവെട്ടി പഞ്ചായത്തിന്റെ പോക്ക്. അവിടെ ചെറ റോഡുണ്ട്. ആ ചെറ റോഡിന്റെ കരാർ ഏറ്റെടുക്കാൻ ഇന്ന് ആളില്ല. അതിനപ്പുറം മുമ്പുള്ള പദ്ധതി ഇവിടെ ശ്മശാനം നിർമ്മിക്കാൻ നോക്കിയ ഘട്ടത്തിൽ ആ ശ്മശാനത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കം, 2 കാര്യത്തിലും പ്രധാനപ്പെട്ട തർക്കം കമ്മീഷന്റെ കാര്യത്തിലാണ്. ആർക്കാണ് കൂടുതൽ കമ്മീഷൻ കൊടുക്കുന്നത്? പഞ്ചായത്ത് പ്രസിഡന്റുമാരിലായിരിക്കുന്നവർ മത്സരിക്കുവാണ്. ഭൂമി ഏറ്റെടുക്കുന്നതിനകത്ത് ഒരു വില മുതലാളിയുമായി അല്ലെങ്കിൽ സ്ഥലത്തിന്റെ ഉടമയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വെച്ചതിന് ശേഷം സർക്കാരും പഞ്ചായത്ത് കമ്മിറ്റിയിലും വരുമ്പോൾ വേറൊരു തുകയാണ്. CPI ഇടവെട്ടി ലോക്കൽ സെക്രട്ടറി VE അൻഷാദ് അധ്യക്ഷത വഹിച്ചു. LDF ഇടവെട്ടി പഞ്ചായത്ത് കൺവീനർ TM മുജീബ്, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം EK അജിനാസ്, കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ പുതിയേടത്ത്, സണ്ണി കടത്തലക്കുന്നിൽ, തോമസ് വർക്കി എന്നിവർ പ്രസംഗിച്ചു. TB സുബൈർ, TM ലത്തീഫ്, MB ഷാജി, MN മനോഹർ, സിബി കോടമുള്ളിൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടവെട്ടി. കോടിക്കുളം അഞ്ചക്കുളം മഹാദേവി ക്ഷേത്രത്തിൽ ദിവ്യ ഔഷധ സേവ നടന്നു. ക്ഷേത്രമാചാര്യൻ ചേർത്തല സുമിത് തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പല സ്ഥലങ്ങളിൽ നിന്നായി 100 കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിൽ നടന്ന ഔഷധ സേവയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നത്. കോടിക്കുളം അഞ്ചക്കുളം മഹാദേവി ക്ഷേത്രത്തിൽ ദിവ്യ ഔഷധ സേവ നടന്നു. ക്ഷേത്രമാചാര്യൻ ചേർത്തല സുമിത് തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. കർക്കിടക മാസാചരണത്തിന്റെയും ഔഷധ സേവയുടെയും ഭാഗമായി രാവിലെ 8 മുതൽ ക്ഷേത്രത്തിൽ നവഗ്രഹ ശാന്തി ഹോമവും ശനീശ്വര പൂജയും ഉണ്ടായിരുന്നു. പല സ്ഥലങ്ങളിൽ നിന്നായി 100 കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിൽ നടന്ന ഔഷധ സേവയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നത്. ശുഭകരണം ഏവം സകല ഗുണ കാരണം നമാമി വിഘ്നേശ്വര പാദ പങ്കജം നമോ നമ. അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങളുടെ അറിവില്ലായ്മയായി കരുതി ഞങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം അകറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത് ഞാൻ അത് പറഞ്ഞതുപോലെ നടുക്ക് സൂര്യഭഗവാനാണ്. സൂര്യചന്ദ്രാദികളായിട്ടുള്ള ഗ്രഹങ്ങളിരിക്കുന്ന കൂട്ടത്തിൽ കറുത്ത പണ്ടിട്ടത് ശനീശ്വരനാണ്. അതിന് ശനിയെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വെച്ച് പൂജിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇത് കലികാലമാണ്. ഈ കലികാലത്തിൽ ഏറ്റവും കൂടുതൽ ദോഷം നമുക്ക്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നല്ല ഫലങ്ങളുള്ള ജാതകവശാൽ നല്ല ഫലങ്ങളാണെങ്കിലും അതിന്റെ ശുക്രദിശയാണെങ്കിലും അതിനകത്ത് ശനിയുടെയും രാഹുവിന്റെയും കേതുവിന്റെയും അപഹാര സമയങ്ങളുണ്ട്. ചിലർക്ക് 15 ദിവസം, ചിലർക്ക് 2 മാസം, ചിലർക്ക് 6 മാസമൊക്കെ
അഷ്ടാംഗ ഹൃദയം അനുസരിച്ചുള്ള ഔഷധക്കൂട്ടുകളാൽ നിർമ്മിച്ച ഔഷധം അഞ്ചകുളത്തമ്മയുടെ സന്നിധിയിൽ ധന്വന്തരി മന്ത്രത്താൽ പൂജിച്ചാണ് ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് സൗജന്യമായി വിതരണം ചെയ്തത്. ക്ഷേത്രത്തിലെത്തിയ മുഴുവൻ ഭക്തർക്കും ഔഷധക്കഞ്ഞി ഉൾപ്പെടെ വേണ്ടതായ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നതായി ക്ഷേത്രം പ്രസിഡന്റ് ജയൻ കുന്നുംപുറത്ത്, സെക്രട്ടറി PR രവീന്ദ്രനാഥൻ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോടിക്കുളം. തൊടുപുഴ ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മൺസൂൺ ഫിലിം ഫെസ്റ്റിവൽ ആരംഭിച്ചു. PJ ജോസഫ് MLA മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഫിലിം സൊസൈറ്റി വൈസ് പ്രസിഡന്റ് MI സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര സംവിധായകൻ സുനിൽ മാലൂർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. കേരള ചലച്ചിത്ര അക്കാദമിയുടെയും FFSIയുടെയും സഹകരണത്തോടെയാണ് ഈ വർഷത്തെ മൺസൂൺ ചലച്ചിത്രമേള നടത്തപ്പെടുന്നത്. ജൂലൈ 24 വരെ തൊടുപുഴ സിൽവർ ഹിൽസ് തിയേറ്ററിലാണ് മേള നടക്കുന്നത്. തൊടുപുഴ ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മൺസൂൺ ഫിലിം ഫെസ്റ്റിവൽ ആരംഭിച്ചു. PJ ജോസഫ് MLA മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പരിസ്ഥിതി സൗഹൃദ ഫിലിംസിന് പ്രാധാന്യം കൊടുക്കുന്നു പറയുകയുണ്ടായി. നമുക്കറിയാം, അടുത്ത കാലത്ത് വലിയ പ്രാധാന്യം കിട്ടിയിട്ടുള്ള ഒരു വിഷയമാണ്. തിരുവനന്തപുരത്തെ ആ മാലിന്യ കൂമ്പാരത്തിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട ഒരു സുഹൃത്ത്. അതുപോലെ ഇപ്പോഴും മാലിന്യം ഒരു വലിയ പ്രശ്നമാണ്. മാലിന്യ സംസ്കരണം ഒരു വിഷയമാണ്. ജനങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കുവാൻ കഴിയാത്ത പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പരിസ്ഥിതി സൗഹൃദ ഫിലിമുകൾക്ക് പ്രാധാന്യമുണ്ട്. ശ്രീ സുനിലിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഫിലിം സൊസൈറ്റി വൈസ് പ്രസിഡന്റ് MI സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ സുനിൽ മാലൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. തൊടുപുഴ നഗരസഭാ വിദ്യാഭ്യാസ കലാ കായികകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PG രാജശേഖരൻ, FFSI റീജിയണൽ കൗൺസിൽ അംഗം UA രാജേന്ദ്രൻ, ക്യാമറാമാൻ അനിൽ വേങ്ങാട്, ഫിലിം സൊസൈറ്റി സെക്രട്ടറി MM മഞ്ജുഹാസൻ, ജോയിന്റ് സെക്രട്ടറി സനൽ ചക്രപാണി എന്നിവരും പ്രസംഗിച്ചു. 5:45 ഇടുക്കി തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങൾ പ്രമേയമാക്കിയ വലൈസി പറവകൾ എന്ന മലയാള സിനിമ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിച്ചു. 8:30 ഐറിഷ് ചലച്ചിത്രമായ ലീപ് ഇയർ പ്രദർശിപ്പിച്ചു. കേരള ചലച്ചിത്ര അക്കാദമിയുടെയും FFSIയുടെയും സഹകരണത്തോടെയാണ് ഈ വർഷത്തെ മൺസൂൺ ചലച്ചിത്രമേള നടത്തുന്നത്. ജൂലൈ 24 വരെ തൊടുപുഴ സിൽവർ ഹിൽസ് തിയേറ്ററിലാണ് മേള നടക്കുന്നത്. ജൂലൈ 24 ബുധനാഴ്ച വൈകിട്ട് 5:45 ജാപ്പനീസ് ചലച്ചിത്രമായ ഓൾവേസ് സൺസെറ്റ് ഓൺ 3rd സ്ട്രീറ്റ്, 8:30 ക്ലാസിക് ചലച്ചിത്രമായ ദി ബ്ലൂ ലഗൂൺ എന്നിവയും പ്രദർശിപ്പിക്കും. മേളയിലെ മുഴുവൻ ചലച്ചിത്രങ്ങളും കാണുന്നതിന് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. രജിസ്ട്രേഷന് ബന്ധപ്പെടേണ്ട നമ്പർ 9447753482. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കിയുടെ 41ാമത് ജില്ലാ കളക്ടറായി വി വിഘ്നേശ്വരി IAS ചുമതലയേറ്റു. ജില്ലയിലെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ പരമാവധി പ്രയത്നിക്കുമെന്ന് കളക്ടർ പറഞ്ഞു. കളക്ടറേറ്റിൽ കുടുംബസമേതമെത്തിയ ജില്ലാ കളക്ടറെ ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുൺ S. നായർ, ദേവികുളം സബ് കളക്ടർ VM ജയകൃഷ്ണൻ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് B. ജ്യോതി, ജീവനക്കാർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. റവന്യൂ വകുപ്പിൽ അഡീഷണൽ സെക്രട്ടറിയായി സ്ഥലംമാറ്റം ലഭിച്ച മുൻ കളക്ടർ ഷീബ ജോർജിൽ നിന്നാണ് ചുമതല ഏറ്റെടുത്തത്. ഇടുക്കിയുടെ 41ാമത് ജില്ലാ കളക്ടറായി വി വിഘ്നേശ്വരി IAS ചുമതലയേറ്റു. ജില്ലയിലെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ പരമാവധി പ്രയത്നിക്കുമെന്ന് കളക്ടർ പറഞ്ഞു. മികച്ച പുരോഗതി നേടുന്നതിന് ജനങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. പരിസ്ഥിതിയെ സംരക്ഷിച്ച് ജില്ലയിൽ വികസനം ഉറപ്പാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്നും കളക്ടർ അഭ്യർത്ഥിച്ചു. കളക്ടറേറ്റിൽ കുടുംബസമേതമെത്തിയ ജില്ലാ കളക്ടറെ ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുൺ S. നായർ, ദേവികുളം സബ് കളക്ടർ VM ജയകൃഷ്ണൻ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് B. ജ്യോതി, ജീവനക്കാർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. റവന്യൂ വകുപ്പിൽ അഡീഷണൽ സെക്രട്ടറി സ്ഥലമാറ്റം ലഭിച്ച മുൻ കളക്ടർ ഷീബ ജോർജിൽ നിന്നാണ് ചുമതല ഏറ്റെടുത്തത്. ഭർത്താവും എറണാകുളം ജില്ലാ കളക്ടറുമായ NSK ഉമേഷ്, പിതാവ് KR വേലൈച്ചാമി, മാതാവ് MSV ശാന്തി, സഹോദരി ഡോക്ടർ V. ഭുവനേശ്വരി, സഹോദരിയുടെ മക്കളായ ധനുശ്രീ, ഋഷിക്, തരുൺ എന്നിവരും വി വിഘ്നേശ്വരിക്കൊപ്പമുണ്ടായിരുന്നു. 2015 ബാച്ച് കേരള കേഡർ IAS ഓഫീസറാണ്. തമിഴ്നാട് മധുര സ്വദേശിനിയാണ്. KTDC MD ആയും കോളേജിയറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലാ കളക്ടർ പദവിയിൽ നിന്നാണ് ഇടുക്കിയിലേക്ക് എത്തുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സെക്രട്ടേറിയറ്റിൽ നിന്നും വിദ്യാഭ്യാസ വകുപ്പിലെ അക്കൗണ്ടന്റ് തസ്തികയിലേക്ക് ജീവനക്കാരെ കെട്ടിയിറക്കുന്നതിൽ പ്രതിഷേധിച്ച്
ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ജോയിന്റ് കൗൺസിൽ നേതൃത്വത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് സമുച്ചയത്തിൽ പ്രതിഷേധ ധർണ നടത്തി. പ്രതിഷേധ ധർണ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി അംഗം ഡി ബിനിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KS രാഗേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ നേതാക്കൾ പ്രസംഗിച്ചു. സെക്രട്ടേറിയറ്റിൽ നിന്നും വിദ്യാഭ്യാസ വകുപ്പിലെ അക്കൗണ്ടന്റ് തസ്തികയിലേക്ക് ജീവനക്കാരെ കെട്ടിയിറക്കുന്നതിൽ പ്രതിഷേധിച്ച് ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് സമുച്ചയത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പ്രതിഷേധ ധർണ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബിനിൽ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മാതൃകാപരമായ സമീപനം ഈ ഗവൺമെന്റ് എടുക്കുന്നു എന്നുള്ളത് നമുക്ക് തർക്കമറ്റ വസ്തുതയാണ്. 2.5 ലക്ഷത്തോളം വരുന്ന പുതിയ നിയമനങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഈ സംസ്ഥാനത്ത് നടപ്പിലായത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഗവൺമെന്റിന്റെ സമീപനം അവിടെ കാണുകയാണ്. എന്നാൽ തീർച്ചയായിട്ടും സിവിൽ സർവീസിനെ അത്തരത്തിൽ ശക്തിപ്പെടുത്തുന്ന ഒട്ടനവധിയായ സമീപനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലും ഈ ജീവനക്കാരുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ഒട്ടനവധി കാര്യങ്ങളിൽ ഇനിയും വലിയ ആശങ്കകൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള സമീപനം തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, എത്രയോ നാളുകളായി ഈ രണ്ടാം പാദത്തിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ആദ്യത്തെ 5 വർഷത്തിന് ശേഷം തുടർ ഭരണം നേടി ഇതേവരെയുമുള്ള 3 വർഷക്കാലത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിലെ ഒരു തൊഴിലാളി ഗവൺമെന്റിനെ സംബന്ധിച്ച്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ സംബന്ധിച്ച് അനുകൂലമാകുന്ന തീരുമാനമാണിരുന്നു സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത എന്നുള്ളത് ഒരു തർക്ക വിഷയമാക്കി മാറ്റിവെക്കുന്ന സമീപനം എടുക്കുക എന്നുള്ളത് നമ്മൾ തുടർച്ചയായി ചർച്ച ചെയ്തുകൊണ്ട് പോവുകയാണ്. ലീവ് സറണ്ടർ ആനുകൂല്യങ്ങൾ ന്യായമായും ലഭ്യമാകേണ്ടത് ലീവ് സറണ്ടർ അനുവദിക്കുവാൻ വേണ്ടി തയ്യാറാകാത്ത സമീപനം തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് KS രാഗേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധർണയിൽ ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി R ബിജിമോൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV സാജൻ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ VK ജിൻസ്, VM ഷൌക്കത്തലി എന്നിവർ സംസാരിച്ചു. MS ശ്രീകുമാർ, CG അജീഷ, VK മനോജ്, AK സുഭാഷ്, ലോമിമോൾ KR, NS ഇബ്രാഹിം, മുഹമ്മദ് നിസാർ, സുമിതാമോൾ CS തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരളത്തിലെ വിവിധ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്തു വരുന്ന അതിഥി തൊഴിലാളികൾ ഏതൊരു തൊഴിലും അതിവേഗം സ്വായത്തമാക്കി നമുക്ക് അതിശയോക്തി നൽകാറുണ്ട്. ഇതിൽ ഹെയർ ഡ്രസ്സിംഗ് ആൻഡ് ബ്യൂട്ടീഷ്യൻ രംഗത്ത് തോട്ടം മേഖലയുടെ പ്രിയപ്പെട്ട ബാർബറാം ബാലനെയാണ് BBC ന്യൂസിലൂടെ പരിചയപ്പെടുന്നത്. അതെ, ഇതാണ് ഹെയർ ഡ്രസ്സിംഗ് ആൻഡ് ബ്യൂട്ടീഷ്യൻ രംഗത്ത് വണ്ടിപ്പെരിയാർ തോട്ടം മേഖലയിലെ ജനങ്ങളുടെ പ്രിയങ്കരനായ ഒറീസ സ്വദേശി രാജ് കിരൺ ഭായ്. കാണാം 10 വർഷമായി തോട്ടം മേഖലയുടെ മനം കവർന്ന അതിഥി തൊഴിലാളിയുടെ ബാർബർ ഷോപ്പ് വിശേഷങ്ങൾ. VR വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇതാണ് നാം പരിചയപ്പെടുവാൻ പോകുന്ന കഥ പറയുമ്പോൾ സിനിമയിലെ ബാർബറാം ബാലനെ കടമെടുത്തുകയാണെങ്കിൽ വണ്ടിപ്പെരിയാർ തോട്ടം മേഖലയിലെ ജനങ്ങൾ കൈനീട്ടി സ്വീകരിച്ച സ്വന്തം രാജ് കിരൺ നായിക് എന്ന ബാലൻ. ഒറീസയിൽ നിന്നും കേരളത്തിലെത്തിയ രാജ് കിരൺ ആദ്യ കാലഘട്ടങ്ങളിൽ റിസോർട്ടുകളിലെ പാചകരംഗത്താണ് തൊഴിൽ ചെയ്തു വന്നിരുന്നത്. പിന്നീടാണ് രാജ് കിരൺ ഹെയർ ഡ്രസ്സിംഗ് രംഗത്തെത്തുന്നത്. വണ്ടിപ്പെരിയാറിൽ ബാർബർ ഷോപ്പ് നടത്തി വരുന്ന അതിഥി തൊഴിലാളിയായ രാജ് കിരൺ ഇപ്പോൾ ഹെയർ ഡ്രസ്സിംഗ് രംഗത്ത് മുതിർന്നവരുടെയും കുട്ടികളുടെയും പ്രിയപ്പെട്ട രാജ് കിരൺ ഭായിയായി മാറിക്കഴിഞ്ഞു. ഹെയർ ഡ്രസ്സിംഗ് രംഗത്തെ എല്ലാവിധ നൂതന ഹെയർ സ്റ്റൈലുകളും പഠിച്ച് രാജ് കിരൺ ജോലി ചെയ്തിരുന്ന സ്ഥാപനം ഉടമയുടെ മകളെ വിവാഹം കഴിച്ചതോടെ പെരിയാറുകാരുടെ സ്വന്തം ഭായിയായി മാറുകയായിരുന്നു. മലയാളം, തമിഴ് തുടങ്ങി 5 ഭാഷകൾ അറിയാവുന്ന രാജ് കിരണിന് ഇപ്പോൾ വലിയ തിരക്കാണ്. കാരണം തോട്ടം മേഖലയിലെ ജോലിക്കെത്തിയ അതിഥി തൊഴിലാളികളിൽ നല്ലൊരു ശതമാനം ആളുകളും രാജ് കിരണിന്റെ സ്ഥാപനത്തിലാണ് എത്തുന്നത്. രാജ് കിരണിന്റെ മിക്ക കസ്റ്റമേഴ്സും തിരക്കുണ്ടോ എന്ന് ഫോണിലൂടെ അന്വേഷിച്ച് ബുക്ക് ചെയ്താണ് എത്തുന്നത്. പെരിയാറുകാർ മച്ചാൻ എന്നും അതിഥി തൊഴിലാളികൾ ഭായ് എന്നും വിളിക്കുന്ന രാജ് കിരണാണ് ഇപ്പോൾ ഹെയർ ഡ്രസ്സിംഗ് രംഗത്തെ ഇവിടുത്തെ താരം. ഫാഷൻ ഹെയർ ഡ്രസ്സിംഗും ഒന്നും വേണ്ട എന്ന് മാതാപിതാക്കളുടെ കർശന നിർദ്ദേശവുമായി എത്തുന്ന കുട്ടികളെ അവരുടെ മനസ്സിനിഷ്ടപ്പെട്ട രീതിയിൽ മുടിവെട്ടി നൽകുന്നതോടൊപ്പം മാതാപിതാക്കൾക്കും കണ്ടാൽ തെറ്റില്ലെന്ന് പറയുന്ന രീതിയിൽ ഹെയർ ഡ്രസ്സിംഗ് ചെയ്തു നൽകുന്നതിലൂടെയാണ് രാജ് കിരൺ ശ്രദ്ധേയനായി മാറുന്നത്. ഇപ്പോൾ ചെങ്കര സ്വദേശിയായ തന്റെ സഹപ്രവർത്തകൻ അരുണിനൊപ്പം ഉള്ള ജോലിയിൽ രാജ് കിരണിന് തിരക്കൊഴിഞ്ഞ സമയമില്ല എന്ന് തന്നെ പറയാം.
എല്ലാ തൊഴിൽ മേഖലകൾക്കൊപ്പം ഹെയർ ഡ്രസ്സിംഗ് ആൻഡ് ബ്യൂട്ടീഷ്യൻ രംഗവും കൈയടക്കിയ അതിഥിയായ രാജ്കിരൺ നായിക് ഭായിയാണ് BBC ന്യൂസിലെ ഇന്നത്തെ താരം. BBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. വാരപ്പെട്ടി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും പഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ പിടവൂരിൽ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ഉദ്ഘാടനം നിർവഹിച്ചു. വാരപ്പെട്ടി പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM സയ്യിദ് അധ്യക്ഷത വഹിച്ചു. വാരപ്പെട്ടി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും പഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ പിടവൂരിൽ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി. എറണാകുളം ജില്ലാ അന്ധത നിവാരണ സൊസൈറ്റിയുടെയും സഞ്ചരിക്കുന്ന നേത്രവിഭാഗത്തിന്റെയും വാരപ്പെട്ടി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് പിടവൂർ മുസ്ലിം പള്ളി ഹാളിൽ നേത്രപരിശോധനാ ക്യാമ്പ് നടന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ഉദ്ഘാടനം നിർവഹിച്ചു. തിമിരമുള്ള രോഗികളെ നമ്മൾ കണ്ടെത്തുകയും അവർക്ക് സൗജന്യമായി ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തിമിരം നിർണ്ണയിക്കുന്ന പേഷ്യൻസ് നമ്മൾ പറയുന്ന നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ ആവശ്യമുള്ള തിമിര രോഗ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമുള്ള ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കോതമംഗലം താലൂക്ക് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ആ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യാം. എന്നിട്ട് അവിടുത്തെ ഫിസിഷ്യനെ കണ്ടിട്ട് ഒരു ഫിറ്റ്നസ് മേടിച്ച് സർജറിക്ക് ഫിറ്റ് ആണെന്നുള്ളൊരു ഫിസിഷ്യൻ ഫിറ്റ്നസ് കൂടെ മേടിച്ച് നിങ്ങൾക്ക് ജനറൽ ഹോസ്പിറ്റലിൽ വരികയാണെങ്കിൽ അതിൻ്റെ ഡേറ്റുകളൊക്കെ പറയും. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് സൗജന്യമായിട്ട് സർജറി ചെയ്യാൻ സാധിക്കും. വാരപ്പെട്ടി പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM സയ്യിദ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബെന്നി MS, പഞ്ചായത്ത് അംഗങ്ങളായ KK ഹുസൈൻ, ഷജി ബെസി, വാരപ്പെട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനില ബേബി, ഹെൽത്ത് സൂപ്പർവൈസർ സുഗുണൻ KR, PRO മാത്യൂസ് ജോയ്, JPHN ഷെമീന MS, അനു എബ്രഹാം, JHI മുഹസീന മുഹമ്മദ്, ഷീന പോൾ, സുരേഷ് കുമാർ, ജെസിയ PA, ആശാ വർക്കർമാർ, അംഗൻവാടി വർക്കർമാർ തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്തു. ക്യാമ്പിൽ ഡോക്ടർ റോസ്മി വർഗീസിന്റെ നേതൃത്വത്തിലുള്ള 8-അംഗ ടീമാണ് പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കുമ്പങ്കല്ല് BTM LP സ്കൂളിൽ ഇടുക്കി ജില്ലാ അലിഫ് ടാലന്റ് എക്സാമും അറബി ഭാഷ അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് CM സുബൈർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി M അനീസ് അലി സ്വാഗതവും ശുഹൈബോൻ നന്ദിയും രേഖപ്പെടുത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PM അബ്ബാസ് യോഗം ഉദ്ഘാടനം ചെയ്തു. കുമ്പങ്കല്ല് BTM LP സ്കൂളിൽ ഇടുക്കി ജില്ലാ അലിഫ് ടാലന്റ് എക്സാമും അറബി ഭാഷ അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. ടാലന്റ് എക്സാമിൽ LP വിഭാഗത്തിൽ മുതൽക്കോടം സെന്റ് ജോർജ് UP സ്കൂളിലെ ഫാത്തിമത്ത് സുഹൈല 1-ാം സ്ഥാനവും കുമ്പങ്കല്ല് BTM LP സ്കൂളിലെ റിസാല PS 2-ാം സ്ഥാനവും UP വിഭാഗത്തിൽ കല്ലാർ GHSSലെ സുമയ്യ CA 1-ാം സ്ഥാനവും ഉടുമ്പന്നൂർ SGHSSലെ ഹിബ ഫാത്തിമ 2-ാം സ്ഥാനവും ഹൈസ്കൂൾ വിഭാഗത്തിൽ ചോറ്റുപാറ GHSലെ ഫിദ ഫാത്തിമ 1-ാം സ്ഥാനവും 16-ാം കണ്ടം GHSലെ അബ്ദുള്ള 2-ാം സ്ഥാനവും കരസ്ഥമാക്കി. ഭാഷാ അനുസ്മരണ സമ്മേളനത്തിൽ വിജയികളായ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും ട്രോഫിയും വിതരണം ചെയ്തു. യോഗത്തിൽ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് സുബൈർ CM അധ്യക്ഷനായി. സെക്രട്ടറി അനീസ് അലി M സ്വാഗതവും ഷുഹൈബ് മോൻ A നന്ദിയും പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PM അബ്ബാസ് യോഗം ഉദ്ഘാടനം ചെയ്തു. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് അറബി ഭാഷയും കേരളവുമായിട്ടുള്ള ബന്ധം. അതൊരു മതഭാഷയല്ല, അത് ആദ്യം പഠിക്കുക. ഖുർആന്റെ ഭാഷയാണെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. പക്ഷേ അതൊരു മതത്തിൻ്റെ ഭാഷ ഒരിക്കലും മതത്തിൻ്റെതല്ല. ബഷീർ ജമാലിൽ നിന്നും അമീൻ ജമാലിൽ നിന്നും പറഞ്ഞ ലെബനോനിൻ്റെ 2 പ്രസിഡന്റുമാർ, ജ്യേഷ്ഠനും അനുജനുമാർ. പേര് കേട്ടാൽ അവരെന്താന്ന് തോന്നുന്നു, അവർ മുസ്ലിമാന്ന് തോന്നും. പക്ഷേ മുസ്ലിങ്ങളല്ല, അവർ ക്രിസ്ത്യാനികളായിരുന്നു. ഇറാഖിലെ പ്രസിദ്ധനായ സദ്ദാം ഹുസൈൻ, അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിയുടെ പേര് താരിഖ് അസീസ് എന്നാണ്. ഈ താരിഖ് അസീസ് ആരാണ്? താരിഖ് അസീസ് ക്രിസ്ത്യാനിയായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ 82 കോളേജിൽ പഠിക്കുന്ന സമയത്താണ് പാത്രിയാർക്കീസ് ബാവ അന്ത്യോക്യയിലെ ഇറാഖിലുള്ള, അതായത് ഇവിടെ യാക്കോബിറ്റ് സഭയുടെ ഏറ്റവും പരമോന്നതനായ നേതാവ്, അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം ഇറാഖിലെ ദമാസ്കസിലാണ്. അന്ത്യോക്യയിലെ ബാവ എന്നാണ് അവർ പറയുന്നത്. ആ അന്ത്യോക്യയിലെ ബാവ മൂവാറ്റുപുഴയിലുള്ള യാക്കോബിറ്റ് വിഭാഗത്തിൻ്റെ ആസ്ഥാനത്ത് വന്നു. അന്ന് ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന 3-4 കുട്ടികൾ ഈ അറബിയൊക്കെ കുറേശ്ശെ സംസാരിക്കാൻ അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ പോയി. അനുവാദം കിട്ടിയത് അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ അറബിയാണ്. KITF സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ യൂസഫ് ആമത്തല ഭാഷാ അനുസ്മരണ പ്രഭാഷണം നടത്തി. കുമ്പങ്കല്ല് BTM LP സ്കൂൾ അധ്യാപിക അനിത കുട്ടപ്പൻ, KITF വനിതാ വിംഗ് ചെയർപേഴ്സൺ ഷാഹിദ KI എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഞാൻ ഏകദേശം ഒരു 10-12 വർഷത്തോളം അറബി രാജ്യത്ത് ജോലി ചെയ്തുകൊണ്ട് ഈ ഭാഷയോട് നമ്മുടെ ഹൃദയത്തോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഷയായിട്ടാണ് ഞാനും അതിനെ ഏറ്റെടുക്കുന്നത്. നമ്മുടെ ഇവിടെ കുട്ടികൾ എന്ന് പറയുന്നത്
100% മുസ്ലിം കുട്ടികളായതുകൊണ്ടും കഴിഞ്ഞ വർഷം വരെ നമുക്ക് 2-3 കുട്ടികൾ ഈ ഭാഷ പഠിക്കാനായിട്ടുണ്ടായിരുന്നു. ഈ വർഷമാണ് അതില്ലാതിരുന്നത്. ഇനിയും വരാൻ സാധ്യതയുണ്ടെന്ന് വിചാരിക്കുന്നു. എന്താണേലും അവരെ ഒരിക്കലും നമ്മുടെ ഷിഹാസ് സാറ് മാറ്റി നിർത്തുന്നില്ല. എല്ലാ കുട്ടികൾക്കും ഒരേപോലെ തന്നെ ഈ ഭാഷ എത്തിക്കുകയാണ് ചെയ്യാറുള്ളത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അധികൃതർ കണ്ണു തുറക്കുന്നില്ല. തോട്ടം മേഖലയിലെ ജനങ്ങളുടെ ചികിത്സാ നിഷേധത്തിനെതിരെ കോൺഗ്രസ് നടത്തിവരുന്ന സമരം 2ാം ഘട്ടത്തിലേക്ക്. 22 ദിവസം നടന്നു വന്നിരുന്ന റിലേ ഉപവാസ സമരത്തിന് ശേഷം അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടന്നു. യൂത്ത് കോൺഗ്രസ് വാളാടി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് VR വിഘ്നേഷ് ആരംഭിച്ച അനിശ്ചിതകാല നിരാഹാര സമരത്തിന്റെ ഉദ്ഘാടനം NGO അസോസിയേഷൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി M ഉദയസൂര്യൻ ഉദ്ഘാടനം ചെയ്തു. യുവത്വം ഏറ്റെടുത്ത നിരാഹാര സമരത്തിന് പിന്തുണയർപ്പിച്ച് നിരവധി നേതാക്കൾ സംസാരിച്ചു. അധികൃതർ കണ്ണു തുറക്കുന്നില്ല. തോട്ടം മേഖലയിലെ ജനങ്ങളുടെ ചികിത്സാ നിഷേധത്തിനെതിരെ കോൺഗ്രസ് നടത്തിവരുന്ന സമരം 2ാം ഘട്ടത്തിലേക്ക്. 22 ദിവസം നടന്നു വന്നിരുന്ന റിലേ ഉപവാസ സമരത്തിന് ശേഷം അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടന്നു. 23 വാർഡുകൾ ഉള്ള സംസ്ഥാനത്തെ തന്നെ വലിയ പഞ്ചായത്തായ വണ്ടിപ്പെരിയാറിൽ 26 വലിയ തേയിലത്തോട്ടങ്ങളിലെയും 15ഓളം ചെറുകിട തേയിലത്തോട്ടങ്ങളിലെയും 15ഓളം പട്ടികജാതി കോളനികളിലെയും 3 പട്ടികവർഗ കോളനികളിലെയും ഇതിനു പുറമെ നിരവധി കാർഷിക മേഖലകളിലെയും അടങ്ങുന്ന പഞ്ചായത്തിലെ നിർധന തോട്ടം തൊഴിലാളികളുടെയും മറ്റു ജനങ്ങളുടെയും പ്രാഥമിക ചികിത്സാരംഗത്തെ പ്രധാന ആശ്രയമായ വണ്ടിപ്പെരിയാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനകൾക്കെതിരെ കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരമായി ആരംഭിച്ച് പിന്നീട് റിലേ ഉപവാസ സമരമായി 22 ദിവസങ്ങൾ പിന്നിട്ടിട്ടും വണ്ടിപ്പെരിയാർ CHCയിലെ 24 മണിക്കൂർ ഡോക്ടറുടെ സേവനം ഉറപ്പുവരുത്തുക, കിടത്തി ചികിത്സ പുനരാരംഭിക്കുക തുടങ്ങിയ സമര നേതാക്കളുടെ ആവശ്യങ്ങൾക്കുമേൽ ആരോഗ്യമന്ത്രിയും പീരുമേട് MLAയും നൽകിയ ഉറപ്പ് കേവലം വാഗ്ദാനമായി മാറിയതോടുകൂടിയാണ് സമരം 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചത്. യൂത്ത് കോൺഗ്രസ് വാളാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദ്യഘട്ട നിരാഹാര സമരം ഏറ്റെടുത്തത്. യൂത്ത് കോൺഗ്രസ് വാളാടി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് R വിഘ്നേഷ് ആരംഭിച്ച അനിശ്ചിതകാല നിരാഹാര സമരത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രാജൻ കുഴുവമാക്കൽ അധ്യക്ഷനായിരുന്നു. മുൻ വാളാടി മണ്ഡലം പ്രസിഡന്റ് PT വർഗീസ് സ്വാഗതം ആശംസിച്ച അനിശ്ചിതകാല നിരാഹാര സമരം NGO യൂണിയൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി M ഉദയസൂര്യൻ ഉദ്ഘാടനം ചെയ്തു. യുവാക്കളുടെ ഒരു തിരിഞ്ഞുനോട്ടം ഈ സർക്കാർ മേഖലയിൽ, ഈ ആശുപത്രിയുടെ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും സമരസമിതിയുടെ പേരിലും യൂത്ത് കോൺഗ്രസിന്റെ പേരിലും ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയുടെ പേരിലും വിഘ്നേഷിനെ ആദരവപൂർവ്വം ഞാൻ ഇവിടെ അഭിവാദ്യം ചെയ്യുന്നു. നമ്മൾ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും എന്ന് ഇവിടെ സേവനം ഉണ്ടാകുന്നുണ്ടോ അന്നേ ഞങ്ങളുടെ ഈ സമരം അവസാനിപ്പിക്കൂ. എന്നെ കേൾക്കുന്ന അധികാരികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓർക്കണം, ഈ വണ്ടിപ്പെരിയാർ പോലുള്ള ഒരു പിന്നോക്ക ഒരു ഗ്രാമപഞ്ചായത്തിൽ, അതും വലിയ ഒരു ഗ്രാമപഞ്ചായത്തായ 23 വാർഡുകൾ ഈ പഞ്ചായത്തിലുണ്ട്. നിങ്ങൾക്കറിയാമോ, 26 തോട്ടങ്ങൾ, തേയിലത്തോട്ടങ്ങൾ ഇവിടെയുണ്ട്. 15ഓളം ചെറുകിട തോട്ടങ്ങൾ, കാപ്പി, റബ്ബർ, ഏലത്തോട്ടങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ ഇവിടെ 15ഓളം. കോതമംഗലം ചേലാട് വീട്ടമ്മയുടെ കൊലപാതക കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. ചേലാട് കള്ളാട് ചെങ്ങമനാട് സാറാമ ഏലിയാസ് കൊല്ലപ്പെട്ട കേസിന്റെ അന്വേഷണമാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ജില്ലയിലെ എല്ലാ ക്രൈം സ്ക്വാഡുകളെയും മികച്ച കുറ്റാന്വേഷകരെ ഉൾപ്പെടുത്തി 30 അംഗ ടീം 4ആയി തിരിഞ്ഞ് വിവിധ മേഖലകളിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടും പ്രതിയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ലോക്കൽ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുക്കുന്നത്. കോതമംഗലം ചേലാട് വീട്ടമ്മയുടെ കൊലപാതക കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. പട്ടാക്കപ്പകൽ ചേലാട് കള്ളാട് ചെങ്ങമനാട് സാറാമ ഏലിയാസ് കൊല്ലപ്പെട്ട കേസിന്റെ അന്വേഷണമാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ജില്ലയിലെ എല്ലാ ക്രൈം സ്ക്വാഡുകളെയും മികച്ച കുറ്റാന്വേഷകരെയും ഉൾപ്പെടുത്തി 30 അംഗ ടീം 4ആയി തിരിഞ്ഞ് വിവിധ മേഖലകളിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടും പ്രതിയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ലോക്കൽ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുക്കുന്നത്. ആന്റണി ജോൺ MLA കേസന്വേഷണം ഊർജിതമാക്കണമെന്നും ക്രൈംബ്രാഞ്ചിന് അന്വേഷണ ചുമതല നൽകണമെന്നും നിയമസഭയിൽ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. ലോക്കൽ പോലീസ് വെള്ളിയാഴ്ച കേസ് ഡയറി കളമശ്ശേരി ക്രൈംബ്രാഞ്ച് ഓഫീസിന് കൈമാറി. DYSP റിജോ P ജോസഫിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ കോതായിക്കുന്ന് റോഡിൽ പ്രവർത്തിക്കുന്ന R ബ്രൈഡൽ ഷോപ്പിൽ കവർച്ച നടത്തിയ മോഷ്ടാവിനെ രാത്രിയിൽ തന്നെ പോലീസ് പിടികൂടി. LDF നേതൃത്വത്തിൽ ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കൂട്ടധർണ നടത്തി. CPM തൊടുപുഴ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ സമരം ഉദ്ഘാടനം ചെയ്തു.
തൊടുപുഴ ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മൺസൂൺ ഫിലിം ഫെസ്റ്റിവൽ ആരംഭിച്ചു. PJ ജോസഫ് MLA മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കിയുടെ 41ാമത് ജില്ലാ കളക്ടറായി വി വിഘ്നേശ്വരി IAS ചുമതലയേറ്റു. ജില്ലയിലെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ പരമാവധി പ്രയത്നിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. സെക്രട്ടേറിയറ്റിൽ നിന്നും വിദ്യാഭ്യാസ വകുപ്പിലെ അക്കൗണ്ടന്റ് തസ്തികയിലേക്ക് ജീവനക്കാരെ നിയമിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ജോയിന്റ് കൗൺസിൽ നേതൃത്വത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് സമുച്ചയത്തിൽ ധർണ നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.